നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ ചെറിയ ദ്വീപ് രാജ്യം, അതെ, ഈ ലോകത്തിന്റെ ആകെ തലവര മാറ്റിയെഴുതിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തമായി വലിയ വിഭവങ്ങളൊന്നുമില്ലാത്ത, എപ്പോഴും മഴ പെയ്യുന്ന ഒരു കൊച്ചു ദ്വീപ് രാജ്യം. അവരെങ്ങനെയാണ് ഈ ലോകത്തിന്റെ കാൽഭാഗവും അടക്കി ഭരിച്ചത്? ചിലപ്പോൾ അവർക്ക് നല്ലൊരു കപ്പ് ചായ കുടിക്കാനുള്ള ആഗ്രഹമായിരിക്കാം ഇതിനൊക്കെ തുടക്കം കുറിച്ചത്. തമാശ മാറ്റിവെച്ചാൽ ശരിക്കും ഇതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഈ വഴികളിലൂടെയാണ്. ചെറിയ ദ്വീപിന്റെ വലിയ തുടക്കം, പിന്നെ ലോകത്തെ മാറ്റിയ വ്യവസായ വിപ്ലവം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ വളർച്ച, അതിനുശേഷമുള്ള തകർച്ചയും വിഭജനങ്ങളും, ഒടുവിൽ ഇന്നത്തെ ആധുനിക ബ്രിട്ടന്റെ അവസ്ഥ. അപ്പോ തുടങ്ങാം. അങ്ങനെ നമ്മുടെ ആദ്യ ഭാഗം. റോമാക്കാരും പിന്നീട് വൈക്കിങ്ങുകളുമൊക്കെ ഭരിച്ചിരുന്ന വെറുമൊരു കൊച്ചു ദ്വീപായിരുന്നു ബ്രിട്ടൻ. പക്ഷേ സമുദ്രങ്ങളെ കീഴടക്കണമെന്ന അവരുടെ വലിയ മോഹം, അതായിരുന്നു ശരിക്കും ലോകചരിത്രം തന്നെ തിരുത്തിയെഴുതിയത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 1066 നോർമൻ അധിനിവേശത്തോടെയാണ് ഇന്നത്തെ ഇംഗ്ലണ്ടിന്റെ ഒരു രൂപീകരണം തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നത് 1215 പ്രസിദ്ധമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് അന്നാണ്. രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്താനും ഇന്നത്തെ ജനാധിപത്യത്തിന്റെ ആദ്യ വിത്തുകൾ പാകാനും ഇത് കാരണമായി. പിന്നീട് 1600കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടെ കാര്യങ്ങളെല്ലാം ആകെ മാറിമറിഞ്ഞു എന്ന് തന്നെ പറയാം. ശരിക്കുമൊരു ട്രോജൻ കുതിരയെപ്പോലെയാണവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കടന്നുവന്നത്. സ്പെയിനും പോർച്ചുഗലുമൊക്കെയുള്ള വലിയ ശക്തികളെ മറികടക്കാൻ അവർ എന്തു ചെയ്തുവെന്നറിയാമോ? വളരെ വിനീതരായ കച്ചവടക്കാരായി ചെന്ന് പ്രാദേശിക രാജാക്കന്മാരോട് കച്ചവടം ചെയ്യാൻ അനുവാദം ചോദിച്ചു. പക്ഷേ അവരുടെ കപ്പലുകൾക്കുള്ളിൽ ചരക്കുകൾക്കൊപ്പം വലിയ പീരങ്കികളും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ വെറും വ്യാപാരികളായി വന്നവർ പതിയെ പതിയെ അധികാരികളായി മാറി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ കൊച്ചു ദ്വീപിനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാക്കി മാറ്റിയ ആ അത്ഭുത സാങ്കേതിക മുന്നേറ്റം എന്തായിരുന്നു എന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിലെ ആവിയന്ത്രം വന്നതോടെ അവരുടെ ഉൽപ്പാദനം അക്ഷരാർത്ഥത്തിൽ ഇരട്ടിയായി. സ്വന്തം നാട്ടിലെ കൽക്കരിയും ഇരുമ്പുമൊക്കെ അവർ പരമാവധി ഉപയോഗിച്ചു. ചരക്കുകൾ കൊണ്ടുപോകാൻ റെയിൽവേ വന്നു. പക്ഷേ ഈ പുതിയ സാങ്കേതികവിദ്യയ്ക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നല്ലേ? ഇതോടെയാണ് ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെയുള്ള വിഭവങ്ങൾ അവർ നിർബന്ധപൂർവ്വം ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. സാങ്കേതികവിദ്യ എങ്ങനെയാണ് അതിർത്തികൾ കടന്നുള്ള വലിയൊരു കൊള്ളയ്ക്ക് വഴിവെച്ചത് എന്നത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ ചൂഷണങ്ങളിലൂടെ അവർ എങ്ങനെ വളർന്നു എന്ന് നോക്കാം. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വികാസം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയ ആ സമയത്തേക്കാണ് നമ്മളിനി കടക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. ഈ വാചകം നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു വെറും ആലങ്കാരിക പ്രയോഗം മാത്രമായിരുന്നില്ല കേട്ടോ. അതൊരു അക്ഷരം പ്രതിയുള്ള സത്യമായിരുന്നു. ലോകത്തിന്റെ അത്രയും ടൈം സോണുകളിലായി അവരുടെ സാമ്രാജ്യം പരന്നുകിടന്നു. അതായത് ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ബ്രിട്ടീഷ് കോളനിയിൽ അപ്പോൾ പകൽ വെളിച്ചമുണ്ടായിരിക്കുമെന്ന് ചുരുക്കം. അവരുടെ സാമ്രാജ്യത്തിന്റെ വലുപ്പം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിന്റെ 25% അവരുടെ കാൽക്കീഴിലായിരുന്നു. ഓസ്ട്രേലിയ, കാനഡ, വലിയൊരു ഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങൾ എല്ലാം ഇതിൽപ്പെടും. എന്നാൽ ഈ ഭീമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും തിളക്കമുള്ള രത്നം ഏതായിരുന്നോ? അത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയായിരുന്നു ശരിക്കും അവരുടെ സാമ്പത്തിക അടിത്തറ നിലനിർത്തിയിരുന്നത്. ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. റെയിൽവേയും ഇംഗ്ലീഷ് ഭാഷയുമൊക്കെ ലോകത്തെ പിന്നീട് കൂട്ടിയിണക്കാൻ വലിയ കാരണമായിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അവരിതൊന്നും നമ്മോടുള്ള സ്നേഹം കൊണ്ടുണ്ടാക്കിയതല്ല. ഇത്രയും വലിയൊരു ഭൂപ്രദേശം എളുപ്പത്തിൽ ഭരിക്കാനും അവിടെയുള്ള വിഭവങ്ങൾ എത്രയും വേഗം തുറമുഖങ്ങളിലേക്ക് കടത്താനുമുള്ള വെറുമൊരു ഭരണസൗകര്യം, അതിനുവേണ്ടി മാത്രമാണ് അവരിത് ഉപയോഗിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. എക്കാലത്തും ആർക്കും ഒരുപോലെ നിൽക്കാൻ കഴിയില്ലല്ലോ. 20ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ഈ വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയും അതിനുശേഷമുള്ള രക്തരൂക്ഷിതമായ വിഭജനങ്ങളുമാണ് നാം കാണാൻ പോകുന്നത്. 2 ലോക മഹായുദ്ധങ്ങൾ അവരെ സാമ്പത്തികമായി പാടെ തകർത്തെറിഞ്ഞു. കോളനികൾ ഭരിക്കാനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ബ്രിട്ടീഷുകാർ ഈ രാജ്യങ്ങൾ വിട്ടുപോയെങ്കിലും അവരുടെ മടക്കം ഒട്ടും സമാധാനപരമായിരുന്നില്ല. 1947 ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ വളരെ തിടുക്കത്തിൽ അശാസ്ത്രീയമായി വരച്ച റാഡ്ക്ലിഫ് ലൈൻ ലക്ഷങ്ങളുടെ ജീവനാണെടുത്തത്. മിഡിൽ ഈസ്റ്റിലാകട്ടെ വ്യക്തമായ പരിഹാരം കാണാതെയുള്ള അവരുടെ പിന്മാറ്റം ഇന്നും തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് കാരണമായി. ആഫ്രിക്കയുടെ കാര്യം നോക്കിയാൽ നൂറ്റാണ്ടുകളുടെ ഗോത്രവൈവിധ്യങ്ങളൊന്നും പരിഗണിക്കാതെ വെറുതെ സ്കെയിൽ വെച്ച് വരച്ച അതിർത്തികൾ ദശാബ്ദങ്ങൾ നീളുന്ന ആഭ്യന്തര യുദ്ധങ്ങളായി ഇന്നും പുകയുകയാണ്. തിടുക്കപ്പെട്ടുള്ള അവരുടെ പിന്മാറ്റമുണ്ടാക്കിയ വലിയ മുറിവുകളാണിവ. അങ്ങനെ നാം ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം തകർന്നടിഞ്ഞാലും
അവർ ലോകത്തിന് നൽകിയ അല്ലെങ്കിൽ അവശേഷിപ്പിച്ചു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ആധുനിക ബ്രിട്ടന്റെ അവസ്ഥയൊന്ന് നോക്കാം. ബ്രെക്സിറ്റിലൂടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ അവർ ഇപ്പോൾ പുതിയ സാമ്പത്തിക വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്തെ രാജഭരണവും ഒപ്പം ശക്തമായ പാർലമെന്ററി ജനാധിപത്യവും അവർ ഇന്നും നിലനിർത്തുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമെന്താണെന്നോ? ഒരു കാലത്ത് അവർ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഇന്ന് സാമ്പത്തികമായി ബ്രിട്ടനെ മറികടന്ന് മുന്നേറുകയാണ്. ശരിക്കും കാലത്തിന്റെ ഒരു കാവ്യനീതി പോലെ തോന്നുന്നില്ലേത്? ഈ പട്ടികയിലെ വിവരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൊളോണിയലിസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു വശം മാത്രമുള്ള ഒന്നല്ല എന്ന് നമുക്ക് വ്യക്തമാകും. ഒരു വശത്ത് ആധുനിക വിദ്യാഭ്യാസവും റെയിൽവേയും ജനാധിപത്യവുമൊക്കെ അവർ കൊണ്ടുവന്നു എന്നത് സത്യമാണ്. എന്നാൽ മറുവശത്ത് നൂറ്റാണ്ടുകളോളം രാജ്യങ്ങളുടെ സമ്പത്ത് അവർ കൊള്ളയടിക്കുകയും അടിമത്തവും വംശീയതയും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഭരണസൗകര്യത്തിനായി അവർ പ്രയോഗിച്ച ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രവും അശാസ്ത്രീയമായ വിഭജനങ്ങളും ഇന്നും ലോകത്തെ വേട്ടയാടുന്ന വലിയ കോട്ടങ്ങളാണ്. ഈ രണ്ടു വശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കോടതികളും പാർലമെന്റും ഇംഗ്ലീഷ് ഭാഷയുമൊക്കെ സത്യത്തിൽ നാഗരികതയുടെയും പുരോഗതിയുടെയും സമ്മാനങ്ങളാണോ? അതോ ഒരിക്കൽ ലോകമടക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യം ലോകത്തിന് നൽകിയ ഉണങ്ങാത്ത മുറിവുകളാണോ? ആ വലിയ ബ്രിട്ടീഷ് നിഴല് ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഈ ചരിത്രം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈയൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനും ചിന്തിക്കാനും ഈ വിശകലനം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു സുപ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.